friends, welcome back to Immanu's World. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിടിലൻ വീഡിയോ ആണ്. നമ്മൾ ഇന്ന് കാരിക്കേച്ചർ ഇമേജ് ഒരൊറ്റ ആപ്പിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഇതുവരെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ ഓളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കാരിക്കേച്ചർ ഇമേജ് ടൂൺ ആപ്പിനകത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ടൂൺ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ പോവുക, ടൂൺ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. യെസ് ഗൈസ്, അപ്പോൾ ടൂൺ ആപ്പ് ഇപ്പോൾ തന്നെ ആവുന്നതാണ്. ടൂൺ ആപ്പ് ഇൻസ്റ്റാൾ ആവാറായി. യെസ് ഗൈസ്, ടൂൺ ആപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതിനുശേഷം ഞാനിപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ടൂൺ ആപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ഓപ്പൺ കൊടുക്കുവാണ്. അപ്പോൾ ടൂൺ ആപ്പ് ഓണായി വരുന്നതാണ്. ഓണായി വന്നതിന് ശേഷം നമുക്ക് ഏറ്റവും ആദ്യം അലൗ ഓപ്ഷൻ കാണിക്കും. അപ്പോൾ നമ്മളത് അലൗ കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമ്മുടെ ഗാലറി കാണിക്കുന്നതാണ്. യെസ് ഗൈസ്, നമ്മുടെ ഗാലറി കാണിച്ചിട്ടുണ്ട്, ലോഡായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുവാണ്. യെസ് ഗൈസ്, ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. യെസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഹെഡ് മാത്രം മതി, ബാക്കിയുള്ള ഔട്ട്ഫിറ്റൊക്കെ അവർ തന്നോളും. അപ്പോൾ നമ്മൾ ഹെഡ് കറക്റ്റാക്കി സൈസ് കറക്റ്റാക്കുക. അതിനുശേഷം ഏറ്റവും താഴത്ത് ഓക്കെ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അവിടെ പിടിച്ച് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വി ആർ ഡ്രോയിങ് യുവർ കാർട്ടൂൺ എന്ന് പറഞ്ഞ് ഫുൾ ലോഡായി വരുന്നതാണ്. പെട്ടെന്ന് തന്നെ ലോഡാവും. യെസ് ഗൈസ്, ഫുൾ ലോഡായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്ക് ഏറ്റവും താഴത്ത് യെല്ലോ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ഓപ്ഷൻ, ഒരു ബാക്ക്ഗ്രൗണ്ട് കാണിക്കുന്നതാണ്. യെല്ലോ കളറുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കാണിക്കുന്നതാണ്. അപ്പോൾ അവിടെ പിടിച്ച് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ യെല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള ഹെഡായി മാറും. അതിനുശേഷം നമുക്ക് നമ്മുടെ കാലൊക്കെ അവർ തന്നെ തരും. അതിനുശേഷം നമ്മൾ തല മാത്രം ചെയ്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് യെല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ വന്നതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ ഏറ്റവും ടോപ്പിൽ ഒരു ഇറേസർ മോഡ് ഉണ്ടാവും, അവിടെ പിടിച്ച് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് ഇതൊക്കെ വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ മാച്ച് കളയാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാം നമുക്ക് റബ്ബ് ചെയ്ത് കളയാവുന്നതാണ്. ഉണ്ടോ, എനിക്ക് ആവശ്യമുള്ളത് മാത്രം നമുക്കിങ്ങനെ വെച്ചാൽ മതി, ബാക്കിയൊക്കെ നമുക്ക് റബ്ബ് ചെയ്ത് കളയാം. ഇഷ്ടമുള്ള അത്രയും റബ്ബ് ചെയ്ത് കളയാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് റബ്ബ് ചെയ്ത് കളയാം. സ്കൂൾ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. യെസ്, അപ്പോൾ ഞാൻ ഇത്രയും റബ്ബ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഏറ്റവും ടോപ്പിൽ അപ്ലൈ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണിക്കും. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് റബ്ബൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഏറ്റവും ടോപ്പിൽ അപ്ലൈ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണിക്കും. അപ്പോൾ അപ്ലൈ പിടിച്ച് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ യെസ് ഗൈസ്, അപ്ലൈ പിടിച്ച് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള നമ്മൾ മാച്ച് കളയുന്ന സാധനങ്ങളൊക്കെ പൊക്കോളും. അതിനുശേഷം നമ്മുടെ ഈ ഏറ്റവും ടോപ്പിൽ ലെഫ്റ്റ് സൈഡിലും പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡൗൺ സൈഡിലും നമ്മൾ പയ്യെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹെഡ് ഇങ്ങനെ കുഞ്ഞായി വരുന്നതാണ്. പയ്യെ ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ഹെഡ് ഇങ്ങനെ കുഞ്ഞായിട്ട് വരുന്നതാണ്. മാക്സിമം നമ്മൾ കുഞ്ഞാക്കി, അത്രയും കുഞ്ഞാക്കണം, ആവശ്യത്തിനനുസരിച്ച് കുഞ്ഞാക്കുക. കുഞ്ഞാക്കിയതിന് ശേഷം നമ്മുടെ നെക്ക് വരെ ഉണ്ടാവും. അതിനുശേഷം നമ്മുടെ ഹെഡ് കറക്റ്റായിട്ട് ഇവിടെ വെച്ച് കൊടുക്കുക. യെസ് ഗൈസ്, കറക്റ്റായിട്ട് നമ്മുടെ ഹെഡ് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളപ്പോൾ ഇറേസൊക്കെ ചെയ്ത് കറക്റ്റ് ആക്കണം, എന്നിട്ട് ഹെഡ് ഇവിടെ വെച്ച് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഒരു ഇതായിട്ടുണ്ട്. നമുക്ക് ഇത് വേണമെങ്കിൽ സേവ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ യെല്ലോ ബാക്ക്ഗ്രൗണ്ട് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള യെല്ലോ ബാക്ക്ഗ്രൗണ്ട് മാത്രമല്ല, ഇഷ്ടമുള്ള അത്രയും ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് വണ്ണാണ് യെല്ലോ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ സെക്കൻഡ് വൺ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സെക്കൻഡ് വൺ കണ്ടോ, ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്.
അത് ഞാൻ എവിടെയാണ് മാറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോയുടെ തൊട്ട് താഴത്ത് 1 2 3 അങ്ങനെയുള്ള ഇത് ഓപ്ഷൻ കാണിക്കും. അപ്പോൾ അവിടെ പിടിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. കണ്ടോ, ഇപ്പോൾ ഞാൻ ബ്ലൂ ആണ് സെലക്ട് ചെയ്തത്. നമുക്ക് കണ്ടോ ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ വരുന്നതാണ്. കണ്ടോ എത്ര ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിലും വരുന്നതാണ്. കണ്ടോ ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ആ ഹെഡൊക്കെ കറക്റ്റാക്കി ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ് ഇതേണ്ടോ ഒരു 32ഓളം ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ, ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്, അപ്പോൾ ഇങ്ങനെയായിരിക്കും ആദ്യം വരുന്നത്. അപ്പോൾ ഞാനിവിടെ രണ്ടാമത്തത് ബ്ലൂ ബാക്ക്ഗ്രൗണ്ടാണ് സെലക്ട് ചെയ്യുന്നത്. എനിക്ക് ബ്ലൂ ആണ് ഗൈസ് ഇഷ്ടം, കാരണം യെല്ലോ ഞാൻ നേരത്തെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്ലൂ ആണ് എനിക്കിഷ്ടം. അപ്പോൾ ബ്ലൂ നമുക്ക് സെലക്ട് ചെയ്യാം. ഹെഡ് വെച്ചതിന് ശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഏറ്റവും ടോപ്പിൽ അപ്ലൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നതാണ്. അപ്ലൈ കൊടുക്കുക. യെസ് ഗൈസ്, അപ്ലൈ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരുന്നതാണ്. അപ്പോൾ അതിനുശേഷം ഏറ്റവും നമ്മുടെ ഫോട്ടോയുടെ താഴത്ത് ഗെറ്റ് ഹൈ ക്വാളിറ്റി എന്ന് കാണിക്കും. അതിൻ്റെയും തൊട്ട് താഴത്ത് സേവ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണിക്കും. അവിടെ പിടിച്ച് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സേവ് ആയിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ബാക്ക് അടിക്കാം, ഫുൾ ബാക്ക് അടിക്കാം. അപ്പോൾ നമ്മുടെ ഫോട്ടോ സേവ് ആയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് ഗാലറി പോയി ഒന്ന് നോക്കാം ഗൈസ്, നമ്മുടെ ഫോട്ടോ സേവ് ആയിട്ടുണ്ടോയെന്ന്. നമ്മളിപ്പോൾ ടൂൺ ആപ്പിൽ ചെയ്ത ഫോട്ടോ സേവ് ആയിട്ടുണ്ടോ നോക്കാം ഗൈസ്. നോക്കാം കേട്ടോ. യെസ് ഗൈസ്, നമ്മുടെ വേറൊരു ഫോൾഡറിൽ നമ്മുടെ ഇപ്പോൾ ചെയ്ത ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിലുള്ള നമ്മുടെ ഫോട്ടോ സേവ് ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ നേരത്തെ ഇത് ചെയ്തതാണ്, നമ്മൾ യെല്ലോയിൽ വെച്ച് ചെയ്തതാണ്. കണ്ടോ ഇതൊക്കെ ഞാൻ യെല്ലോയിൽ വെച്ച് ചെയ്തതാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ബ്ലൂ സെലക്ട് ചെയ്തുകൊണ്ടോ ബ്ലൂ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ പ്രൊഫൈൽ ഇടാം, എന്ത് വേണമെങ്കിലും ഈ ഫോട്ടോ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ജസ്റ്റ് പ്രൊഫൈൽ ഇടുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ ഞാൻ പ്രൊഫൈൽ ഇടുന്നുണ്ട് ചുമ്മാ. നമ്മുടെ ഫോട്ടോ എന്തായാലും സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രൊഫൈൽ വരെ ഇടാം. ഇപ്പോൾ ഞാൻ ഇതായിരുന്നു പ്രൊഫൈൽ ഇട്ടായിരുന്നത്. അപ്പോൾ നമുക്ക് പ്രൊഫൈൽ മാറ്റാം കേട്ടോ. യെസ് ഗൈസ്, നമുക്കിപ്പോൾ ഇത് കറക്റ്റാക്കിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഡൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലും ആവുന്നതാണ്. അപ്പോൾ നമുക്ക് പ്രൊഫൈലും ഇടാം, എന്ത് വേണമെങ്കിലും ഈ ഫോട്ടോ ചെയ്യാം. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ ഇനിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.